Hello, Sharafuddin. Welcome Hello. to the Rapid Fire with Q Studio. Which is that movie that made you relax? പ്രേമല് ഭയങ്കര Ah, രസകരമായിട്ട് ഉള്ള കാഴ്ചകൾ. which is that movie that made you cry? ഞാൻ ഒറ്റക്ക് മുറിയിൽ നല്ല കരച്ചില്ല പടം വെച്ചിട്ട്. എനിക്കിങ്ങനെ വാത്സല്യമൊക്കെ ആയിരിക്കും കാരണം ആകാശദൂരനൊക്കെ ആയിരിക്കും കാരണം കാതൽ, പരുത്തി വീരൻ, സൈറാത്ത്. ആൾക്കാർ ഇപ്പൊ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ പെറ്റ് ഡിറ്റക്റ്റീവ് ആണ്. അതെ. പക്ഷെ ഷറഫുദ്ദീൻ കണ്ട് ചിരിച്ച് മറന്നൊരു സിനിമ ഏതാ? കുബേരൻ. ആ, കുബേരൻ കണ്ട് ഞാൻ ആ മാധുര്യയിലിരുന്ന് അട്ടഹസിച്ചിരിച്ചിരുന്നു. പ്രത്യേകിച്ച് മണിച്ചേട്ടൻ വന്നിട്ട് അടിക്കുന്ന അടികൾക്ക് ഒക്കെ ഇരുന്ന് ചിരിക്കും. 3 Malayalam movies that you would suggest to a non-Malayali to define Malayalam cinema. പ്രേമം, അന്മയും ഋഷുവും, പുതുക്കണ്ണാടി. ഷറഫുദ്ദീന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള കുറച്ച് കോ ആർട്ടിസ്റ്റുകളുടെ പേര് പറയാം. ഇവരുടെ കൂടെയുള്ള ഒരു ബെസ്റ്റ് മെമ്മറി. പൃഥ്വിരാജ്. ഞാൻ ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഷോ തൊട്ട് തന്നെ ഞാൻ പൃഥ്വിരാജിനെ മാസ്ക് ചെയ്തു. മൂന്നാമത്തേലും മാസ്ക് ചെയ്തപ്പോൾ പുള്ളി ചിലപ്പോൾ അവിടെ ഒന്ന് മാറി നിന്ന് എന്നെ കാണാൻ പറ്റുന്നു. ബിജു മേനൻ. ബിജറിനെ ഞാൻ മറ്റേ പിടി കൊടുക്കില്ലായിരുന്നു ആർക്ക് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ബിജറിനെ ഇങ്ങനെ വർത്താനൊക്കെ പറയാൻ പറ്റുമ്പോൾ ഞാൻ ഈ വീടിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോയിരിക്കും. ഞാൻ അങ്ങനെ കുറച്ച് സോർട്ടഡ് ആയിട്ടിരിക്കാനാണ് ആഗ്രഹിച്ചത്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ നിനക്കൊന്നും നമ്മളെ പറ്റുള്ളല്ലോ അല്ലേ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കംപ്ലൈൻ്റ് ഒക്കെ ചെയ്യുമായിരുന്നു. പാർവതി. പാർവതി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആർട്ടിസ്റ്റാണ്. അവരെൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. ഐശ്വര്യ ലക്ഷ്മി. അതോ എനിക്ക് തോന്നുന്നു ഞാനൊരു ദുഷ്ടനല്ല എന്ന് ആ കുട്ടിക്ക് എവിടെയോ അറിയായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അനുപമ പരമേശ്വരൻ. അനുഭവമായിട്ട് എപ്പോഴും പ്രേമം പാലത്തിൻ്റെ മേളിലുള്ള സീനും പരിപാടിയൊക്കെ ആയിരുന്നു. നിവിൻ പോളി. അപ്പം മുടി വെട്ടിക്കൊണ്ടിരിക്കുക എടാ ഞാൻ മുടി വെട്ടിക്കൊണ്ടിരിക്കുക ഞാൻ തിരിച്ചു വിളിക്കും. അപ്പം അവൻ വന്നു, അവൻ്റെ കാല് ഫ്രാക്ചറായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കിടക്കുവാണ്. ഞാൻ പക്ഷെ വേറെ കുറെ കാര്യങ്ങളിൽ പെട്ട് 2 ദിവസം വിളിച്ചില്ലായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് എൻ്റെ കെട്ടി കഴിഞ്ഞില്ലേ വിനയ് ഫോർട്ട്. എടോ തനിക്ക് വേറെ ആരും ചോദിക്കാൻ കിട്ടിയില്ലേ? Thank you, sir. Thank you so Thank much you. for joining Thank with you. us. Thank you. Thank you.